ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ. പരാതിപ്പെട്ടിട്ടും നഗരസഭാധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. മണലൂർ പാലാഴിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. കുടിവെള്ളം പോലും ലഭ്യമല്ലെന്ന് പരാതി. അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും വെള്ളത്തിലായി. അന്നമനടയിലും കൊടകരയിലും കൃഷിനാശം. ചെറുഭരണ കൊടിയേറ്റത്തിനൊരുങ്ങി കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ക്ഷേത്രം. പരമ്പരാഗത അവകാശികൾ പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടികൾ ഉയരും. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുഞ്ഞിനടക്കം 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. വള്ളത്തോൾ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശികളായ സൽമാൻ, ചങ്ങണിക്കുന്നത്ത് അൽത്താഫ് അസീസ്, പടിഞ്ഞാറൻകുന്നത്ത് ഐഷ, 2 വയസ്സുള്ള റയാൻ എന്നിവർക്കാണ് കടിയേറ്റത്. 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുതുശ്ശേരി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളുടെ പുറകിലൂടെ നായ്ക്കൾ ഓടുന്ന അവസ്ഥയും നിത്യസംഭവമാണ്. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ. വഴിയോര തട്ടുകടകളാണ് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. നടപ്പാതയുടെ വലിയൊരു ഭാഗം കയ്യേറി സ്ഥാപിച്ച തട്ടുകടയുടെ കസേരകളും മേശകളും യാത്രക്കാരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് തടസ്സമാകുന്ന നിലയിലാണ്. ഇതിന്റെ ഫലമായി കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പരാതിപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മണലൂർ പാലാഴിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നുകൊടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവനക്കാരും നാട്ടുകാരും. 1971 സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് 2022 ആരോഗ്യ കേന്ദ്രം അടച്ചിരുന്നു. ഇതോടെ പ്രദേശവാസികൾ 3 കിലോമീറ്റർ അകലെയുള്ള സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് ചികിത്സ തേടിയിരുന്നത്. തുടർന്ന് പുതിയ കെട്ടിടത്തിനായി മുരളി പെരുന്നെല്ലി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് ട്രസ് വർക്കിനായി 7 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായുള്ള ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം വൈകിയതോടെ നിർമ്മാണം വീണ്ടും നീണ്ടുപോയി. പിന്നീട് 2024 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പണവും തീർന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വൈദ്യുതീകരണം പോലും പൂർത്തിയാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉദ്ഘാടനവും നടത്തി. എന്നാൽ കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും അയൽ വീട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എത്തുന്നവർക്കുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ പറഞ്ഞു. ഇവിടുത്തെ പ്രാഥമികമായുള്ള ഒരു ആരോഗ്യ കേന്ദ്രം വളരെ കാലങ്ങളായി അനാസ്ഥയുടെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരോ ഡോക്ടർമാരോ എത്തുന്നില്ല. ഇവിടെ ശുദ്ധമായ ജലമുള്ള ഒരു കിണറുണ്ടായിരുന്നു. അതിങ്ങനെ ഉപയോഗശൂന്യമായി വളരെ അനാസ്ഥയായി കിടക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ പണിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരു തല്ലിക്കൂട്ടി തിരക്ക് പിടിച്ച് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃപ്രയാർ. അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും കനത്ത വേനൽ മഴയിൽ വെള്ളത്തിലായി. അന്നമനട പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ 80 ടണ്ണിലധികം നെല്ലാണ് വെള്ളത്തിലായത്.
ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസിനെ കാത്തിരിക്കുന്നതിനിടയിലാണ് എല്ലാം വെള്ളത്തിലായത്. ഇനി നനഞ്ഞ നെല്ല് വീണ്ടും ഉണക്കി മാത്രമേ മില്ലുകാർക്ക് കൊടുക്കാനാകൂ. ഇല്ലെങ്കിൽ തൂക്കത്തിൽ കിഴിവ് നൽകിയായിരിക്കും മില്ലുകാർ നെല്ലെടുക്കുക. വെള്ളത്തിലായ നെല്ല് കർഷകർ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി. ഇതിനായി വലിയ തുകയാണ് കർഷകർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഇന്ന് റോട്ടിൽ കയറ്റണം വിചാരിച്ച് നിന്നപ്പോഴേക്കാണ് ഇന്നലത്തെ മഴയത്താണ് ഇതുമാതിരി വെള്ളം നിറഞ്ഞ് കെട്ടിയ വൈക്കോലും അതോടൊപ്പം തന്നെ നെല്ലും ഇതിന്റെ വെള്ളത്തിലായത്. കൊയ്യാനാണെങ്കിൽ കുറച്ച് കിടക്കാണ് അവിടെ. ഒരു 3-5 ഏക്കറോളം ഇനിയും കൊയ്യാൻ കിടക്കാണ്. ഏകദേശം ഒരു 40 ഏക്കറോളം വരുന്ന ഒരു പടവാണിത്. അവര് നെല്ല് ദുരിതത്തിലായിക്കൊണ്ടാണ് ഇന്നലത്തെ ആ വേനൽ മഴ ഇടശ്രദ്ധ പറ്റിയിരുന്നത്. അന്നമനട പഞ്ചായത്തിലെ മുണ്ടകൻ പാടശേഖരത്തിൽ 60 ടണ്ണോളം നെല്ലാണ് വെള്ളത്തിലായത്. കാച്ചാണി പാടശേഖരത്തിൽ 20 ടണ്ണോളം നെല്ല് പാടത്തുണ്ടായിരുന്നു. കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിച്ചു നൽകാൻ കൃഷിവകുപ്പ് നടപടിയെടുക്കണമെന്ന് പാടശേഖരത്തിലെത്തിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PD ജോസ്, വാർഡ് മെമ്പർ KK ബിനേഷ് എന്നിവരും പാടശേഖരത്തിലെത്തിയിരുന്നു. TCV ന്യൂസ്, മാള. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ നെൽകൃഷിക്ക് നാശം. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിലെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും വീണുകിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ച് നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിന്റെ ഒരു കാൽഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിന്റെ മേലൊന്നും കിട്ടാൻ പോണില്ല. വൈക്കോല് നശിക്കും, നെല്ലിന്റെ എന്തായാലും 3/4 ഭാഗം നശിച്ചു പോവാണ്. അപ്പൊ തന്നെ നോക്കുമ്പോ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും കൃഷി. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ചെളിയിലിറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയന താര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്തു പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ ഈ വൈക്കോൽ നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ്, കൊടകര. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചെറുഭരണി കൊടിയേറ്റം തിങ്കളാഴ്ച നടക്കും. പരമ്പരാഗത അവകാശികളായ മലയൻ തട്ടാൻ സമുദായത്തിലെ കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടികൾ ഉയരും. ചെറുഭരണി കൊടിയേറ്റത്തിന് മുന്നോടിയായി വലിയ തമ്പുരാന്റെ അനുമതി വാങ്ങുന്ന ചടങ്ങ് നടന്നു. കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശി ശിവകുമാറും കോട്ടാക്കോവിലകത്തെത്തി വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ അനുഗ്രഹം തേടി. കാവിൽ വീട്ടിൽ പ്രതിനിധികൾക്ക് വലിയ തമ്പുരാൻ പരമ്പരാഗത ചിഹ്നമായ പവിഴമാലകൾ കൈമാറി. ഈ മാലയണിഞ്ഞാണ് ഇവർ ദേവിക്ക് പട്ടും താലയും സമർപ്പിക്കാനെത്തുക. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം മാനേജർ K വിനോദ്, CK ശേഖരൻ, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമായി ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ധനസഹായം 10 കോടിയിൽ നിന്ന് 20 കോടിയായി ഉയർത്തണമെന്ന് മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനവും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഭരണസമിതിക്ക് ചെലവഴിക്കാനുള്ള തുക 50,000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് ഓണറേറിയം നൽകാനും തീരുമാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് L&T കമ്പനിയുമായി ധാരണയായിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സ് പൂർത്തിയാകുന്നതുവരെ ക്ഷേത്ര ദർശനം വേഗത്തിലാക്കാൻ ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം പ്രൊഫസർ V മധുസൂദനൻ നായർക്കും വൈക്കം രാമചന്ദ്രനും മന്ത്രി സമ്മാനിച്ചു. പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. 10 വർഷത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. BJPയും CPM തമ്മിലാണ് മത്സരം.
7000-ഓളം വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 13-അംഗ ഭരണസമിതിയിൽ 2 അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നിക്ഷേപക സംവരണ സീറ്റ്, 40 വയസ്സിന് താഴെയുള്ള വനിതാ സീറ്റ് എന്നിവയിലേക്കാണ് എതിരില്ലാതെ CPM പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. 7 ജനറൽ സീറ്റുകളിലേക്കും 6 സംവരണ സീറ്റുകളിലേക്കും മത്സരം നടക്കുന്നു. മാളയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. കൂനപ്പറമ്പ് മൊതയിൽ വീട്ടിൽ ലീലയുടെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഉത്രാളിക്കാവിൽ ഇന്ന് മിനി പൂരം. 3 ദേശങ്ങളും ചേർന്നുള്ള ഏകോപന സമിതിയാണ് മിനി പൂരം ഒരുക്കുന്നത്. വൈകിട്ട് 5-ന് പടിഞ്ഞാറെ ആൽത്തറയ്ക്ക് സമീപം തൃപ്പങ്ങോട്ട് പരമേശ്വരൻ മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം അരങ്ങേറും. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം 2 മണിക്കൂറോളം നാദവിസ്മയം തീർക്കും. തുടർന്ന് രാത്രി 7:30-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. എങ്കക്കാട് ദേശമാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത്. തോമസ് അങ്കമാലി വെടിക്കെട്ട് ഒരുക്കുന്നു. ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. തിരുവല്ലോമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഡ്രെയിനേജിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. അശാസ്ത്രീയ നിർമ്മാണമാണ് തകരാൻ കാരണമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. 34.5 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴവെള്ളം ഡ്രെയിനേജ് വഴി ഒഴുകിയപ്പോഴേക്കും സ്ലാബുകൾ തകർന്നു വീഴുകയായിരുന്നു. മറിഞ്ഞു വീണ സ്ലാബുകളിൽ ഒന്നിലും കോൺക്രീറ്റ് കമ്പികൾ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം 2 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംഘം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി സംഘം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ പരിശോധിക്കുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. പ്രതിനിധി സംഘത്തിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംസ്ഥാനം സന്ദർശിച്ചേക്കും. എന്നാൽ ഇത് സംബന്ധിച്ച തീയതി തീരുമാനിച്ചിട്ടില്ല. 2.69 കോടി വോട്ടർമാരുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു. മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടനത്തിന് തുടക്കമായി. മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ രാവിലെ മല കയറി. അടിവാനത്ത് തോമാശ്ലീഹായുടെ രൂപത്തിന് മുന്നിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ഒഴലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. വേനൽ ചൂടേറ്റ് വരണ്ടുടങ്ങിയ മലയോര ഗ്രാമങ്ങൾക്ക് ആശ്വാസം പകർന്ന് മറ്റത്തൂർ കനാലിൽ വെള്ളമെത്തി. ഞായറാഴ്ച രാവിലെയാണ് ഇറിഗേഷൻ അധികൃതർ കനാലിൽ വെള്ളം തുറന്നുവിട്ടത്. കുംഭച്ചൂട് വർദ്ധിക്കുകയും ദിവസങ്ങളോളം കനാലിൽ വെള്ളമില്ലാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറ്റത്തൂരിലെ മലയോര മേഖലയിൽ കിണറുകളും കുളങ്ങളും വറ്റിവരണ്ട് ജലക്ഷാമം രൂക്ഷമായത് സംബന്ധിച്ച് 2 ദിവസം മുൻപ് TCV റിപ്പോർട്ട് നൽകിയിരുന്നു. നെല്ല് വിളഞ്ഞ് കൊയ്ത്തിന് പാകമായ പാടങ്ങളിൽ വേനൽ മഴയാണ് കർഷകർക്ക് ദുരിതമായത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരന് വീണ് പരിക്കേറ്റു. കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ആളുകൾക്ക് നേരെ കുരങ്ങ് ചാടി വരുന്നത് കണ്ട് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുരങ്ങനെ പിടികൂടാനായില്ല. 1 മാസത്തിലേറെയായി നന്ദിക്കര കുറുമാലി പ്രദേശത്ത് കുരങ്ങ് ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എയ്യാൽ മുച്ചിക്കൽ ഉപ്പാപ്പ മഖാം പള്ളിയിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. മഖാമിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരവും ഉള്ളിലുള്ള ഭണ്ഡാരവും കുത്തിപ്പൊളിച്ചു. മഖാമിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. ഭണ്ഡാരം പുറത്തെടുത്ത് കുത്തിത്തുറന്ന് മഖാമിന് മുന്നിലുള്ള കിണറ്റിലിട്ടു. കഴിഞ്ഞ മാസം ഉറൂസിന് ഭണ്ഡാരം തുറന്ന് പണമെടുത്തിരുന്നു. 5000 രൂപയിലധികം നഷ്ടപ്പെട്ടിരിക്കാമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.
മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ KPAC ലളിതയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 ആണ്ട് തികയുന്നു. കായംകുളത്ത് ജനിച്ച് എങ്കക്കാടിന്റെ മരുമകളായി കടന്നുവന്ന പ്രിയ താരത്തിന്റെ ഓർമ്മകളിലാണ് നാട്. ഞാൻ മരിച്ചുപോയ എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി, ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. കാലം ആർക്കുവേണ്ടിയും കാത്തുനിൽക്കാതെ പായുമ്പോൾ പറിച്ചെറിയാനാകാത്ത ചിലരുണ്ട് മനസ്സിന്റെ തിരശീലയിൽ. അവരിൽ ഒരാളാണ് KPAC ലളിത. ഓർമ്മകളുടെ റീലുകളിൽ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളായി പ്രേക്ഷക മനസ്സുകളിൽ മരണമില്ലാതെ അലയടിക്കുകയാണ് ആ അഭിനയ മുഹൂർത്തങ്ങൾ. ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുമില്ല. എനിക്ക് വേണ്ട. ഏതു തരം റോളും സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന അഭിനയ മാന്ത്രികതയായിരുന്നു KPAC ലളിതയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത്. കഥാപാത്രമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ലാത്ത പ്രതിഭ. ശബ്ദം തന്നെ മതിയായിരുന്നു മലയാളിക്ക് ലളിതയെ തിരിച്ചറിയാൻ. അങ്ങനെ ഞാൻ ചാവുമൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. 1947 കായംകുളത്ത് രാമപുരത്ത് ജനിച്ച മഹേശ്വരി നാടകങ്ങളുടെ കരുത്തിൽ KPAC ലളിതയായി. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്ന പാട്ടിന് ചുവടുവെച്ച് തുടങ്ങിയ കലാജീവിതമാണത്. 1969 KS സേതുമാധവന്റെ കൈപിടിച്ചാണ് സിനിമയിലേക്ക് എത്തിയത്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നീട് ഇങ്ങോട്ട് 5 പതിറ്റാണ്ട് കൊണ്ട് 600-ലേറെ സിനിമകളിലാണ് KPAC ലളിത അഭിനയിച്ചത്. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ തേടിയെത്തി. 4 തവണ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. 1978 സംവിധായകൻ ഭരതനുമായുള്ള വിവാഹം. അങ്ങനെ വടക്കാഞ്ചേരി എങ്കക്കാടിന്റെ മരുമകളുമായി. അസുഖങ്ങളെ തുടർന്ന് 2022 ഫെബ്രുവരി 23 വിട്ടുപിരിഞ്ഞെങ്കിലും കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ നിറദീപമായി ജ്വലിക്കുകയാണ് KPAC ലളിത. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ 2ാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ വീടടച്ചു അടയ്ക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000-ഉം 10,000-ഉം ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും. ശമ്പളവും വേണ്ട. ന്യൂസ് ഡെസ്ക് TCV. വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പൊതുപ്രവർത്തകനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അന്തിക്കാട് SI അഫ്സലിനെ താക്കീത് ചെയ്ത് ഇരിങ്ങാലക്കുട DVSP. പോലീസ് സേനയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ഇനി ഉണ്ടാകരുതെന്നും പൊതുജനങ്ങളോട് ഇടപെടുമ്പോൾ മാന്യമായി പെരുമാറണമെന്നുമുള്ള കർശന നിർദ്ദേശമാണ് SIക്ക് നൽകിയത്. CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV രാജേഷ് വാർഡിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയിൽ എതിർകക്ഷിയുടെ ഫോൺ നമ്പർ വയ്ക്കാൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും വിഷയത്തിൽ ഇടപെട്ട SI അഫ്സൽ അപമര്യാദയായി പെരുമാറുകയുമായിരുന്നുവെന്നാണ് രാജേഷ് റൂറൽ SPക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത്. കുന്നംകുളം നഗരമധ്യത്തിലെ വൺ വേ ജംഗ്ഷനു സമീപം KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:15 അപകടം. ചെങ്ങന്നൂർ സൂപ്പർഫാസ്റ്റ് ബസ്സിന് പിറകിൽ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകളിലുമുണ്ടായിരുന്ന 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാവക്കാട് എടക്കഴിയൂരിൽ കാറ്റിൽ മരം വീണ് വൈദ്യുതി കാലുകൾ നിലംപൊത്തി. തെക്കേ മദ്രസയ്ക്ക് സമീപം കാരക്കാട്ട് മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലെ മാവ് നിലംപതിച്ചു. മാവ് വീണതോടെയാണ് 3 വൈദ്യുതിക്കാലുകൾ നിലംപൊത്തിയത്. ഈ സമയം വഴിയിലാരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി. വൈദ്യുതി കമ്പിയിലും തീ വീണ് പാടശേഖരത്തിലെ വൈക്കോൽ കത്തിനശിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പൂക്കോട് ആണ്ടിക്കുന്ന് കാവലൂർ പാടശേഖരത്തിൽ ഇന്നലെയാണ് സംഭവം. പാടശേഖരത്തിന് മുകളിലൂടെ പോയിരുന്ന 3 ഫേസ് ലൈനിൽ നിന്നാണ് തീ വീണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ വൈക്കോൽ കെട്ടുകളാണ് കത്തിനശിച്ചത്. 1000-കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായി. തീപിടുത്ത സമയത്ത് കർഷകരാരും പാടത്തുണ്ടായിരുന്നില്ല. മാസങ്ങളായി പാടശേഖരത്തിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി കമ്പികൾ അപകട ഭീഷണിയായതിനെ തുടർന്ന് കർഷകർ വരന്തരപ്പള്ളി KSCB അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്.
വരന്തരപ്പള്ളി സെഷന്റെ അതിർത്തി പ്രദേശമായ ഇവിടേക്ക് തകരാറുകൾ പരിഹരിക്കാൻ അധികൃതർ എത്താറില്ലെന്നും നാട്ടുകാർ പറയുന്നു. തീ പടർന്നതോടെ വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം മണിക്കൂറുകൾക്ക് ശേഷമാണ് പുനഃസ്ഥാപിച്ചത്. KSCB അധികൃതരുടെ അനാസ്ഥയിലുണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. കനത്ത മഴയിൽ അന്തിക്കാട് കാഞ്ഞാണി PWD റോഡിൽ വെള്ളക്കെട്ട്. അന്തിക്കാട് ഹൈസ്കൂൾ, KG MLP സ്കൂൾ എന്നിവയുടെ മതിലിനോട് ചേർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്ത് റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറിയ അപകടം. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലൂടെ 300 മീറ്ററോളം ദൂരം കാർ നിരങ്ങി നീങ്ങിയ ശേഷമാണ് നിന്നത്. അപകട സമയം കാറിൽ യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. കോടശ്ശേരി പീലാർമുഴിയിൽ എക്സൈസ് സംഘം 200 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. കപ്പത്തോടിന്റെ സമീപത്ത് ചാരായം നിർമ്മിക്കുന്നതിന് സൂക്ഷിച്ച ഉപകരണങ്ങളും കണ്ടെടുത്തു. ചാലക്കുടി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഉദ്യോഗസ്ഥരായ ജെയ്സൺ ജോസ്, PA അജിത്, മുഹമ്മദ് ഷാൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പോർക്കുളം തിരുത്തിക്കാട് ദേശക്കാർ കുതിരവേല ആഘോഷിച്ചു. തുണിയും തോരണങ്ങളും ആടയാഭരണങ്ങളും അണിയിച്ച് മനോഹരമാക്കിയ കുതിരകളെ പന്തിയിലേക്ക് എടുത്തുവച്ചു. രാത്രി കലാപരിപാടികൾക്കു ശേഷം പുലർച്ചെയോടെ ദേശക്കാർ തോളിലേറ്റി കുതിരകളെ വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. തൃശൂർ ജില്ലാ തഴപ്പായ നെയ്ത്ത് തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CP എലിസബത്ത്, TK സുധീഷ്, KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിച്ച കോസ്റ്റൽ സൈക്ലോത്തോണിന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലൂടെ 6500 കിലോമീറ്റർ ദൂരമാണ് സംഘം പിന്നിടുന്നത്. മാള പൊയ്യ പഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞുത്സവം എന്ന പേരിൽ നടത്തിയ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോളി സജീവ് അധ്യക്ഷയായി. വാർഡ് മെമ്പർമാർ, സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന്റെ ആനപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. ആശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സുവർണകുമാർ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ബിജു പാണ്ടാരിക്കൽ, കൺവീനർ ഷൈജു സായ്റാം എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 6-നാണ് 7 ദേശങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവം ആഘോഷിക്കുന്നത്. ഇരുന്നൂറ് രാജ്യങ്ങളുടെ പതാകകളുടെ പേരുകൾ പറഞ്ഞ് അന്താരാഷ്ട്ര റെക്കോർഡ് നേടി 4 വയസ്സുകാരൻ. വരന്തരപ്പള്ളി സ്വദേശി മിവാനാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയേറെ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് വിസ്മയിപ്പിക്കുന്നത്. വരന്തരപ്പള്ളി വടക്കുമുറി മേപ്പാടത്ത് മനോജിന്റെയും അമൃതയുടെയും ഏകമകനാണ് മിവാൻ. ദുബായിൽ താമസം. 3-ാം വയസ്സിലാണ് മകൻ രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വീട്ടുകാർക്ക് അതൊരു കൗതുകമായി മാറി. രാജ്യങ്ങളുടെ പതാകകൾ അടങ്ങിയ പുസ്തകങ്ങളും മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും കാണിച്ചു കൊടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ 50-ലേറെ പതാകകൾ തിരിച്ചറിഞ്ഞ് പേരുകൾ പറഞ്ഞു തുടങ്ങിയതോടെ ആശ്ചര്യമായതായി അമ്മ അമൃത പറഞ്ഞു. ബഹാമസ്, അസർബൈജാൻ, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, അർമേനിയ, അർജന്റീന,
4-ാം വയസ്സിലെത്തിയപ്പോഴേക്കും മിവാൻ 200 രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് പേര് പറഞ്ഞു തുടങ്ങി. പതാകകളുടെ ചിത്രങ്ങൾ ലാപ്ടോപ്പിലാക്കി മിവാന്റെ മുന്നിൽ വെച്ചാൽ നിമിഷ നേരം കൊണ്ട് അവയുടെ പേരുകൾ തെറ്റാതെ പറയും. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അപേക്ഷിച്ചു. 4 മിനിറ്റും 19 സെക്കൻഡുമുള്ള വീഡിയോയാണ് അപേക്ഷയോടൊപ്പം അയച്ചു കൊടുത്തത്. ഈ കുഞ്ഞു പ്രായത്തിൽ മിവാന് ലഭിച്ച ലോക റെക്കോർഡിലെ അഭിമാനവും സന്തോഷവും പങ്കുവെക്കുകയാണ് വീട്ടുകാർ. നിരവധി ആളുകളാണ് ഓരോ ദിവസവും മിവാനെ കുറിച്ചറിഞ്ഞ് അഭിനന്ദിക്കാനായി എത്തുന്നത്. TCV പുതുക്കാട്. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് നടക്കൽ പറ നടന്നു. ഈ മാസം 9-നാണ് ദേശപ്പറയെടുപ്പ് ആരംഭിച്ചത്. കുറൂർ മനപ്പറമ്പിലെ പറയെടുത്തതിനു ശേഷമാണ് 15 ദിവസങ്ങളിലായി തുടരുന്ന പറയെടുപ്പ് അവസാനിക്കുക. ഭരണിനാളിൽ ഉച്ചയ്ക്ക് ശേഷം ഭക്തർ പ്രധാന വഴിപാടായ അരിപ്പറ സമർപ്പണം നടത്തും. വേലൂർ ഗ്രാമകം പുസ്തകോത്സവ വേദിയിൽ എ കൃഷ്ണകുമാരി രചിച്ച സമരപഥങ്ങളിലെ പെൺപെരുമ എന്ന പുസ്തകത്തിന്റെ 3-ാം പതിപ്പിന്റെ പ്രകാശനം നടന്നു. കേരളവർമ്മ ചരിത്ര വിഭാഗ മേധാവിയായിരുന്ന ഉഷാകുമാരി അധ്യക്ഷയായി. പുസ്തക രചയിതാവ് എ കൃഷ്ണകുമാരി, ഗ്രാമകം പ്രവർത്തകരായ വി വേണുഗോപാൽ, TV ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ മഴയിൽ തോട്ടപ്പടി തെക്കേയഞ്ചേരി ക്രിസ്റ്റഫർ നഗറിലെ വീടുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ തെക്കുഭാഗത്ത് കാന നിർമ്മിക്കാത്തതുമൂലമാണ് വെള്ളം കയറിയത്. റോഡ് പണി നടക്കുന്ന സമയത്ത് നിരവധി തവണ നാട്ടുകാർ ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാൽ അറിയിച്ചു. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി കുട്ടികൾക്കായി കിളിക്കൂട്ടം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം നീതു സുജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി സലൂജ വേണു അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ നടന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PB പ്രീതി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KV സനീഷ്, സംസ്ഥാന സമിതി അംഗം സുരേഷ് K ദാമോദരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത കുർബാനയർപ്പിച്ചു. വികാരി ഫാദർ എബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തമ്പി കൊള്ളന്നൂർ, സാബു കടവല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർഷിക സർവകലാശാല മുൻ ഡീനും എഴുത്തുകാരനുമായ ഡോക്ടർ PV പ്രഭാകരൻ രചിച്ച ഇനിയും മരിക്കാത്ത മതങ്ങൾ എന്ന പുസ്തകം ഒല്ലൂക്കരയിൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ KM അനിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ അനു പാപ്പച്ചൻ പുസ്തകം ഏറ്റുവാങ്ങി. KS സുനിൽകുമാർ അധ്യക്ഷനായി. ഡോക്ടർ CF ജോൺ ജോഫി, CR ദാസ്, ഡോക്ടർ PK കുശലകുമാരി, സുനിൽ മുക്കാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. അരനൂറ്റാണ്ടിലേറെയായി തൃശൂരിന്റെ അഭിമാനമായി തുടരുന്ന രാഗം തിയേറ്റർ BLM മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്തു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം നടന്നു. BLM രാഗം തിയേറ്ററിൽ നിന്ന് BLM സ്ഥാപക ചെയർമാൻ R പ്രേംകുമാർ നയിച്ച റോഡ് ഷോയിൽ വാദ്യമേളങ്ങൾ, പൂക്കാവടികൾ, പുലിക്കളി, തെയ്യം, പൂത്താലമേന്തിയ വനിതകൾ, ഫാൻസി രൂപങ്ങൾ തുടങ്ങിയവ അണിനിരന്നു. തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് BLM സ്ഥാപക ചെയർമാൻ R പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു.
BLM വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. BLM പ്രസിഡന്റ് N കരുണാമൂർത്തി, സിദ്ധേശ്വർ നായർ, VP സൈതലവി, മുരുകൻ, ഷിനോഷ്, AK സുനിൽ, സിബി, മനോജൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 52 വർഷമായി തൃശൂരിൽ പ്രവർത്തിച്ചു വരുന്ന രാഗം തിയേറ്റർ 1 വർഷം മുൻപാണ് BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാങ്ങിയത്. കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള സെൻട്രൽ രജിസ്ട്രാറുടെ നിയന്ത്രണാധികാരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് BLM. 2006 സ്ഥാപിതമായ BLM കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ 140-ലേറെ ബ്രാഞ്ചുകളുമായാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ, പരാതിപ്പെട്ടിട്ടും നഗരസഭാധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. മടലൂർ പാലാഴിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല, കുടിവെള്ളം പോലും ലഭ്യമല്ലെന്ന് പരാതി. അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും വെള്ളത്തിലായി. അന്നമനടയിലും കൊടകരയിലും കൃഷിനാശം. ചെറുഭരണി കൊടിയേറ്റത്തിനൊരുങ്ങി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രം. പരമ്പരാഗത അവകാശികൾ പട്ടും താലയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടികൾ ഉയരും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.